ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ദളപതി വിജയെ നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്തൊരുക്കിയ മാസ് ആക്ഷൻ സിനിമയായിരുന്നു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. 400 കോടി മുതൽ മുടക്കിൽ വന്ന സിനിമയുടെ 6 ദിവസത്തെ വ്യക്തമായ കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഇതുവരെ 11 കോടി 55 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 130 കോടി രൂപയും കർണാടകയിൽ നിന്ന് 23 കോടി 80 ലക്ഷവും തെലുങ്കിൽ നിന്ന് 11 കോടി 20 ലക്ഷവും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 14 കോടി 65 ലക്ഷവും ചിത്രം സ്വന്തമാക്കി. സിനിമയുടെ 6 ദിവസത്തെ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ 191 കോടി 20 ലക്ഷം രൂപയും ടോട്ടൽ ഓവർസീസ് കളക്ഷൻ 126 കോടി 80 ലക്ഷം രൂപയുമാണ്. ഗോട്ടിൻ്റെ 6 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 318 കോടി രൂപയാണ്. ചിത്രം ഈ ആഴ്ച തന്നെ 400 കോടി കടന്ന് ഹിറ്റ് സ്റ്റാറ്റസ് നേടുമെന്ന് പ്രതീക്ഷിക്കാം. സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ സൂര്യ ശിവ കോംബോയുടെ മോസ്റ്റ് അവൈറ്റഡ് പീരീഡ് മാസ് ആക്ഷൻ സിനിമയാണ് കങ്കുവ. സിനിമയുടെ റിലീസ് ഒക്ടോബർ 10 കൺഫേം ചെയ്തെങ്കിലും രജനീകാന്തിൻ്റെ വേട്ടയൻ്റെ റിലീസ് മൂലം പോസ്റ്റ്പോൺ ചെയ്തെന്ന് സൂര്യ തന്നെ ഒഫീഷ്യലായി പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം ഈ വർഷം തന്നെ നവംബർ 14 വ്യാഴാഴ്ചയാകും പുതിയ റിലീസ് ഡേറ്റ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കങ്കുവയുടെ എല്ലാ ലാംഗ്വേജിലെയും പോസ്റ്റ് തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റ് 100 കോടി രൂപയ്ക്ക് ആമസോൺ പ്രൈം സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു സൂര്യ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന ഡിജിറ്റൽ റൈറ്റ് ആണിത്. സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇത്തവണത്തെ ഓണത്തിന് പ്രധാനമായും 4 സിനിമകളാണ് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. ടൊവിനോ തോമസിൻ്റെ അജയൻ്റെ രണ്ടാം മോഷണം തന്നെയാണ് അതിൽ പ്രധാന ഹൈലൈറ്റ്. സെപ്റ്റംബർ 12 വ്യാഴാഴ്ച, അതായത് നാളെയാണ് 3Dയിലും 2Dയിലുമായി ചിത്രം തിയേറ്ററിലേക്ക് എത്തുക. നല്ലൊരു സിനിമ തന്നെയാവട്ടെ. ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തുന്ന മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് കിഷ്കിന്ധ കാണ്ഡം. ഇതും 12 തിയേറ്ററിലേക്ക് എത്തുന്നത്. ട്രെയിലർ എല്ലാം തന്നെ നല്ല പ്രതീക്ഷ തരുന്നുണ്ട്. ആന്റണി വർഗീസ് നായകനായി എത്തുന്ന മാസ് ആക്ഷൻ സിനിമയാണ് കൊണ്ടൽ. സെപ്റ്റംബർ 13 വെള്ളിയാഴ്ചയാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുക. കഴിഞ്ഞ തവണ സൈലൻ്റായി വന്ന് RDX ഓണം തൂക്കിയതുപോലെ കൊണ്ടലിലൂടെ സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഉമർ ലുലുവിൻ്റെ സംവിധാനത്തിൽ റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആൻ്റണി എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഫൺ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് ബാഡ് ബോയ്സ്. ഈ ചിത്രവും സെപ്റ്റംബർ 13 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലേക്ക് എത്തുക. അപ്പോൾ ഓണം റിലീസുകളിൽ വൻ ഹൈപ്പുള്ള സിനിമകളൊന്നും ഇത്തവണ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.